ഇതാണ് നമ്മുടെ ഉമി ഇരിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കിയേ, ഈ ഓരോ ഉമിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ നെല്ലിൻ്റെ ഉമിയിൽ നമുക്ക് സിലിക്ക കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ പ്രസ് ചെയ്യുമ്പം മാത്രം ഇത് ഗ്ലാസ് ആയി മാറുകയാണ്. ടോപ്പും ബോട്ടവും ഗ്ലാസ് ആയി മാറുകയാണ്. യെസ്, അതാണ് ഈ മിനിഷർ ഇത്രയും ഫിനിഷ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പിക്കിംഗ് ആണ്. കംപ്ലീറ്റ്ലി ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഏകദേശം 200 ഡിഗ്രി ചൂടാണ് ഈ സാധനം ഇപ്പോൾ വന്നത്. നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ നിൽക്കുന്നത്. ഞാൻ 1 വർഷം മുമ്പ് നിങ്ങളൊരു വീഡിയോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തവിടിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അത് ഞാൻ ചെയ്തത് അങ്കമാലി ഇൻഡസ്ട്രിയലാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ഇവിടെ കോയമ്പത്തൂര് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് തവിടിൽ നിന്ന് ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അത് കാണാനാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണാൻ വന്ന ആള്, വിനയൻ ചേട്ടൻ. വിനയൻ ചേട്ടാ നമസ്കാരം രഞ്ജിത്ത്. നമ്മൾ തമ്മിൽ കണ്ടത് അങ്ങ് അങ്കമാലി ഇൻഡസ്ട്രിയലില്ല. ചേട്ടൻ വളർന്ന് ഇന്ന് കോയമ്പത്തൂർ ഇൻഡസ്ട്രിയിലെത്തി. നമ്മൾ ഈ തവിടിൽ നിന്ന് മാറി വേറൊരു ഭയങ്കരമായ പ്ലേറ്റ് ഉണ്ടാക്കുന്ന പറയും സംഭവം എന്താണത്? നമ്മൾ തവിടിൽ നിന്ന് മാറി ഒരു പുതിയ ടെക്നോളജി പ്രകാരം നെല്ലിൻ്റെ ഉമി കൊണ്ടാണ് ഇപ്പോൾ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ പ്ലേറ്റും അത് തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ പ്ലേറ്റിൻ്റെ പ്രത്യേകത അന്ന് പറഞ്ഞ മാതിരി തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തിന്നാം, അല്ലെങ്കിൽ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം, കോഴിത്തീറ്റ വളമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പുതിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ, വാവ്, ഇത് നോക്കിയേ, ഇത് നമ്മൾ ഡിഫറെൻ്റ് നോക്കിയേ. ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും തമ്മിൽ ചിന്തിക്കാൻ പറ്റൂല. ഇത് നമ്മുടെ പാലക്കാടൻ മട്ട നെല്ലിൻ്റെ ഉമി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റാണ്. പാലക്കാടൻ മട്ട തറപ്പിച്ച് പറയാൻ കാരണം എന്താ? എന്നാൽ മാത്രമേ ഈ ഒരു കളർ കിട്ടുള്ളൂ, ഈ ഒരു സ്ട്രക്ചർ കിട്ടുള്ളൂ. അതെ, ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ഇന്ന് തൂഷന്റെ സ്ഥാനം അല്ലേ? ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്ന എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി. അതെ, അങ്ങോട്ട് നോക്കി അറിയാൻ പറ്റും. അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മെഷീൻ അല്ലേ? ഈ മെഷീന്റെ പ്രത്യേകത എന്താണ്? ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് പ്ലാന്റ് ആണ്. നേരത്തെ മാതിരി തന്നെ നമ്മളിനി കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഓപ്പറേഷനാണ്. നമ്മൾ മുകളിൽ നിന്ന് നേരെ നെല്ലിൻ്റെ ഉമി നേരെ ഇതിലേക്ക് വന്ന് വീഴുന്നു. കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ മോളിൽ നിന്ന് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചല്ലേ? അതെ, ഇതാണ് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം. ഓക്കെ, നേരെ ഇത് താഴേക്ക് വീഴുന്നു. നേരെ ഈ 2 ബൗളിലേക്കാണ് ഇത് വീഴുന്നത്. ഓക്കെ ഓക്കെ, 2 ബൗളിലേക്ക് വീഴുന്നു. ഇത് എത്ര ഗ്രാം വേണം എന്നുള്ളത് നമ്മുടെ ഓരോ പ്ലേറ്റിനും ഡിഫറെന്റ് മെഷർമെന്റ് ആണ്. ഓക്കെ, ഇത് 10 ഇഞ്ചിന് വേറെ, 12 ഇഞ്ചിന് വേറെ, 6 ഇഞ്ചിന് വേറെ. ഓക്കെ, അപ്പൊ ആ മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് നേരെ നിങ്ങൾക്ക് കാണാം വന്നോണ്ടിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇതുപോലെ ഇതിന്റെ അകത്ത് ഫിൽ ആകുന്ന പറഞ്ഞത്. രണ്ടിലും ഒരേപോലെയാണ്